നമ്മളിവിടെ വെക്കാൻ പോകുന്നത് മീൻ തലക്കറിയാണ്. മീനിൻ്റെ തല ഏതാണെങ്കിലും പ്രശ്നമില്ല. ഇപ്പം ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് ചൂരയുടെ തലയാണ്. പിന്നെ വേണ്ട സാധനങ്ങൾ: സവോള, വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി ചതച്ചത്, കറിവേപ്പില, അതുപോലെ കൊടംപുളി വെള്ളത്തിലിട്ടേക്കുന്നത്. ഇത് കൊടംപുളി പെട്ടെന്ന് ആവണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചതച്ചിട്ട് എടുത്താൽ മതി, ഉടനെ പെട്ടെന്നുള്ള ആവശ്യത്തിനാണെങ്കിൽ. പിന്നീട് നമുക്ക് വേണ്ട മസാലകളാണ്. അത് ഒന്ന് മല്ലിപ്പൊടി, പിന്നെ മഞ്ഞൾ പൊടി, പിന്നെ മുളക് പൊടി, കൂടാതെ കടുകും ഉലുവായും. ഇത്ര സാധനങ്ങളാണ് ആവശ്യം. നമുക്കിനി കുക്കിങ്ങിലേക്ക് കിടക്കാം. ചട്ടി ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക. കറിച്ചട്ടിയിൽ വെച്ചാലായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ്. ഇതൊരു ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം എണ്ണയുണ്ട്. അപ്പം നമുക്ക് എണ്ണ ഏകദേശം ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് കടുക് ഇടാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവ ചേർക്കാം. പതുക്കെ നമുക്ക് ഉലുവ പൊട്ടി തുടങ്ങുമ്പോൾ പതുക്കെ നമുക്ക് സിമ്മിലേക്ക് ആക്കാം. ആക്കിയതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇതിലേക്ക് ആഡ് ചെയ്യാം. സവോള നന്നായിട്ട് വഴറ്റണം. നല്ല ഗോൾഡൻ കളറാവുന്ന ഉടമ്പ്. സവോള മൂത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിനെ ഇനി നന്നായിട്ട് മൊരിയാനായിട്ട് ഇടുക. കുറച്ച് ഉപ്പ് ചേർത്താൽ നല്ലതായിരിക്കും, പെട്ടെന്ന് നമുക്ക് മൊരിഞ്ഞ് കിട്ടും. മീൻ തലക്കറിയൊക്കെ വെക്കുമ്പോൾ നമ്മൾ സാധാരണ തലേ ദിവസം ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്താലായിരിക്കും കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ആ പുളിയൊക്കെ അതിലേക്ക് അങ്ങ് ഇറങ്ങി പിടിച്ച് കഴിയുമ്പോൾ. മീൻ തലക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് സ്പൈസി ആയിട്ടാണ് ഉണ്ടാക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്ന മുളക് പിരിയൻ മുളകാണ്. അതുകൊണ്ട് ഞാൻ അതിനകത്തേക്കൊരു 2-3 പച്ചമുളക് കട്ട് ചെയ്തും കൂടി ചേർക്കാം. സാധാരണ മുളക് പൊടി യൂസ് ചെയ്യുന്നെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. പിന്നെ നല്ല സ്പൈസി ആയിട്ട് വേണ്ടവർക്ക് മുളക് ആഡ് ചെയ്താലും നല്ലതായിരിക്കും. തലയുടെ ഒക്കെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ നമ്മൾ നല്ല എരിയോടുകൂടി കഴിക്കുക എന്നുള്ള അതിൻ്റെ ഏറ്റവും നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കുക എന്ന് പറഞ്ഞാൽ. ഇത് അത്യാവശ്യം ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ആഡ് ചെയ്യണം. നമുക്ക് കുറച്ച് സിമ്മിലേക്ക് ആക്കിയിട്ട് എണ്ണ ആവശ്യമാണെന്ന് തോന്നിയാൽ കുറച്ചും കൂടി ആഡ് ചെയ്യാം. ഇതിനെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ച മണം മാറി കിട്ടണം. ഇതിലേക്ക് കുറച്ച് കരിവേപ്പിലയും നമുക്ക് ആഡ് ചെയ്യാം. ഇത് ആവശ്യത്തിന് വഴന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മസാലകൾ ആഡ് ചെയ്യാം. ആദ്യമായിട്ട് വേണ്ടത് മുളക് പൊടി. ഇത് ടീസ്പൂണാണ്. ഞാനിതിന് ഒരു 4.5 ടീസ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഞാനിതിനകത്ത് യൂസ് ചെയ്തേക്കുന്ന കാശ്മീരി ചില്ലി പൗഡറാണ്, അതായത് പിരിയൻ മുളക് പൊടി. ഇതിന് കളർ നല്ല കളറായിരിക്കും, പക്ഷെ എരിവ് അത്ര ഉണ്ടാവില്ല. പിന്നെ ഇതിലേക്ക് മഞ്ഞൾ പൊടി, പിന്നെ മല്ലിപ്പൊടി ഇതൊരു കുറച്ച് 1 ടീസ്പൂൺ. ഇതെപ്പോഴും സ്ലോ ഫയറിൽ ഇത് ഈ മസാലപ്പൊടി ഇട്ടിട്ട് ചെയ്യാവൂ, ഇല്ലെങ്കിൽ അത് മൂത്ത് പോകും പെട്ടെന്ന്. കാരണം ചട്ടിക്ക് ആവശ്യത്തിന് ചൂടുണ്ട്, അത് ബാലൻസ് ചെയ്തിരിക്കുമായിരിക്കും. അപ്പം അതുകൊണ്ട് എപ്പോഴും ഏറ്റവും സ്ലോ ഫയറിലിട്ട് മസാലകൾ ഇടാവും. കുറച്ച് എണ്ണയും കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക്
വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന കുടംപുളിയും കൂടി. ഇത് ചതച്ചിട്ടാൽ പെട്ടെന്ന് പുളി ഇറങ്ങും. ഇതിൻ്റെ ബാക്കി ആ വെള്ളം പിന്നീട് അതൊന്ന് മൂത്തതിന് ശേഷം ആഡ് ചെയ്താൽ മതിയാവും. മസാല മൂത്തൊരു മണം വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഈ പുളി ഇട്ട് വെച്ചിരുന്ന ആ വെള്ളം അങ്ങ് ആഡ് ചെയ്യും. ഈ സവോളയ്ക്ക് പകരം ചുവന്നുള്ളി അരിഞ്ഞ് ചേർത്താൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. സവോളയ്ക്ക് ഒരു ചെറിയ മധുരിപ്പ് ഉണ്ടാവും, ഉള്ളിക്ക് അതുണ്ടാവില്ല. കുറച്ചും കൂടി ടേസ്റ്റ് ഉള്ളിക്കായിരിക്കും. പക്ഷെ നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് എപ്പോഴും സവോളയൊക്കെയാണ് യൂസ് ചെയ്യാറ്. ഇതിന് എണ്ണ തെളിയാനായിട്ട് ഇടുക. ഇപ്പം നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനൊരു വെള്ളം ചേർക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും. വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് മീൻ ആഡ് ചെയ്യാം. ഇപ്പോൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് മീനിൻ്റെ തല കട്ട് ചെയ്ത് വെച്ചിട്ട് ഇടാം. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇനി തവി യൂസ് ചെയ്ത് ഇളക്കരുത്. ഈ ചട്ടി വെച്ചിട്ടൊന്ന് ചുറ്റിച്ചെടുക്കുക. അങ്ങനെ നന്നായിട്ട് തിളച്ച് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മളിത് പതുക്കെ സിമ്മിലേക്ക് ഇട്ടിട്ട് ഏകദേശം ഒരു 10 മിനിറ്റെങ്കിലും വേവിക്കാനായിട്ട് വെക്കുക. എന്നിട്ട് വെന്തോ ഇല്ലയോ നോക്കുക. എന്ന് വെച്ചാൽ ഓരോ മീനിനും അതിൻ്റെ അനുസരിച്ചിട്ട് വേവ് ഉണ്ടാവും. ചൂരയാകുമ്പോൾ കുറച്ച് വേവ് ഉള്ളതായിരിക്കും. നമ്മൾ 10 മിനിറ്റ് വെച്ചിട്ട് ഒന്ന് നോക്കുക. ഇടയ്ക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കണം. ഇപ്പം ഏകദേശം ഒരു 10 മിനിറ്റോളം നമ്മൾ മീൻകറി സിമ്മിലിട്ട് വെച്ചു. പിന്നെ നമുക്കിതൊന്ന് പതുക്കെ ഇടയ്ക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ വലിയ കഷ്ണങ്ങളാണെന്ന് തോന്നുന്ന ഒന്ന് ഇടയ്ക്ക് തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം. നമുക്ക് നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുത്തിട്ട് പതുക്കെ സ്പൂൺ യൂസ് ചെയ്തെന്ന് പറഞ്ഞത് നമ്മൾ ഒത്തിരി സ്പൂണിട്ട് ഇളക്കി കഴിഞ്ഞാൽ അത് പൊടിഞ്ഞു പോകും. അപ്പം അതിനുവേണ്ടി ആ സ്പൂണിട്ട് ഇളക്കരുതെന്ന് പറഞ്ഞു. പിന്നെ നമ്മളിതിൻ്റെ ആ പുളിയും ഉപ്പും ഒക്കെ ആവശ്യത്തിന് മതിയോ എന്നൊന്ന് നോക്കണം. ഇപ്പം നമ്മുടെ മീൻ തലക്കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് നന്നായിട്ട് തിളച്ചതിന് ശേഷം ഗ്രേവി ഇത് മതിയെങ്കിൽ അതിനനുസരിച്ച് ഓഫ് ചെയ്യുക. ഇല്ല ഇച്ചിരി കൂടി കുറുകണം തോന്നിയാൽ കുറച്ചും കൂടി നേരം ഹൈ ഫ്ലെയിമിലിട്ട് വെക്കുക. അപ്പോൾ ഇതായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് തീ അണയ്ക്കാം. അതിന് ശേഷം നമുക്ക് നല്ല ഫ്രഷ് കരിവേപ്പില ഉണ്ടെങ്കിൽ അത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഞെരടിയിട്ട് ഇതിൻ്റെ മോഡിലേക്ക് ഇടാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അടുപ്പിൽ നിന്ന് മാറ്റി വെക്കണം. കാരണം അല്ലെങ്കിൽ ആ ചൂടുകൊണ്ട് പിന്നെ അത് തിളച്ചോണ്ടേയിരിക്കും. ചട്ടിയല്ലേ അതുകൊണ്ട്. അപ്പം നമ്മുടെ മീൻ തലക്കറി റെഡി ആയിട്ടുണ്ട്.